വളരെ അടിപൊളിയാണ്. നിങ്ങളൊക്കെ കണ്ടിട്ടല്ലേ പറയണ്ടേ. നല്ല ഒരു കോമഡി സസ്പെൻസ് എന്റർടൈനർ. നമ്മളൊക്കെ കണ്ടിട്ടുള്ള കുറേയധികം സിനിമകളില്ലേ ഇതുപോലത്തെ. അത് 90s-ലും 2000s-ലും ഒക്കെ നമ്മൾ കണ്ടിട്ടുണ്ട്. പക്ഷെ കഴിഞ്ഞ കുറച്ച് കാലമായിട്ട് കുറച്ചുകൂടി നമ്മൾ റിയലിസ്റ്റിക് സിനിമയിലേക്കാണ് പോയിരിക്കുന്നത്. പക്ഷെ അത് ഇപ്പോൾ ഇങ്ങനത്തെ കുറച്ച് സിനിമകൾ വരുമ്പോഴത്തേക്കും നമുക്ക് നല്ലപോലെ എന്താ എന്റർടൈനിങ് ആയിട്ടുള്ള കോമഡി ഉണ്ട്, കുറച്ച് സസ്പെൻസ് ഉണ്ട്, ഡ്രാമ ഉണ്ട്, ആക്ഷൻ ഉണ്ട്, ഫൈനൽ ഫൈറ്റ് ഒക്കെ ഉണ്ടായിരുന്നു ക്ലൈമാക്സിൽ. അപ്പം ഞാൻ ഭയങ്കരമായിട്ട് എൻജോയ് ചെയ്തു. കണ്ടവരും ആക്ച്വലി നല്ലപോലെ ചിരിക്കുന്നുണ്ട്. ഇപ്പം സുരേഷ് കൃഷ്ണ സാറിനെയൊക്കെ നമുക്ക് വേറെ ഇതുവരെ കണ്ടിട്ടില്ലാത്ത ഒരു രീതിയിലുള്ള ഒരു എന്താ പറയുക ക്യാരക്ടറായിരുന്നു. പിന്നെ ഞാനിൻ്റെ ഒപ്പം മുകേഷ് ഏട്ടനും പഴയ ആ ഒരു കോമഡി ടൈമിങ്ങും എല്ലാം വെച്ചിട്ട് ശരിക്കും ഭയങ്കര എന്റർടൈനിങ് ആയിരുന്നു സിനിമ. എല്ലാവരും കാണും. നല്ലൊരു ടൈം പാസ് എന്റർടൈനർ ആയിരുന്നു. നല്ല എക്സ്പീരിയൻസ് ആയിരുന്നു. എനിക്ക് തോന്നുന്നു ഓഡിയൻസിന് ഒന്നും ഇഷ്ടപ്പെട്ടെന്ന് തോന്നുന്നു. എനിക്കും ഇഷ്ടപ്പെട്ടു. എനിക്ക് ഇഷ്ടപ്പെട്ടു സിനിമ. കണ്ടില്ല. ഓക്കെ, എന്തായാലും അടുത്ത ഷോ പോയി കാണണം. ഡെഫിനറ്റ്ലി എനിക്ക് ഇഷ്ടപ്പെടും. ബിക്കോസ് ഒട്ടും ലാഗ് ഇല്ലാതെ കംപ്ലീറ്റ് ആയിട്ടൊരു എൻ്റർടൈനിങ് സിനിമയാണ്. ആൻഡ് നമ്മളിപ്പം കലേഷ് പറഞ്ഞാൽ ഇപ്പം കണ്ട സിനിമകളിൽ നിന്ന് കുറച്ചൊരു വ്യത്യസ്തമായിട്ടുള്ളൊരു പാറ്റേൺ, ഒരു ലൈക്ക് റിയലിസ്റ്റിക് സ്റ്റോറി ആണെങ്കിലും ഒരു കമേഴ്ഷ്യൽ രീതിയിലും നല്ല കോമഡി ടൈമിങ്, അതൊരു ഫോഴ്സ്ഡ് അല്ലാത്ത ഒരു നാച്ചുറൽ ആയിട്ടുള്ള ഒരു കോമഡി ടൈമിങ്. ആക്ഷനും കോമഡി എനിക്ക് ഇഷ്ടപ്പെട്ട ഒരു കാര്യം എന്ന് വെച്ചാൽ ഒട്ടും നമ്മളൊരു സിനിമാറ്റിക് ആയിട്ടല്ല ചെയ്യുന്നില്ല, നാച്ചുറൽ ആയിട്ടുള്ള സീക്വൻസ്. പക്ഷേ വളരെ നല്ല ടൈമിങ്. എല്ലാവരും ചിരിക്കുന്നുണ്ടായിരുന്നു, ക്ലാപ്പ് ചെയ്യുന്നുണ്ടായിരുന്നു. സോ ഐ തിങ്ക് എല്ലാവർക്കും ഇഷ്ടപ്പെടും തോന്നുന്നു. കാണാത്തവരെല്ലാവരും പോയി കാണണം, അഭിപ്രായം പറയണം. കണ്ടു. എല്ലാം മനസ്സിലായെന്ന് അറിയില്ല, പക്ഷേ മനസ്സിലായതെല്ലാം എനിക്ക് ഇഷ്ടപ്പെട്ടു. ഞാൻ സൂട്ട് ചെയ്യുന്നൊരു ക്യാരക്ടറായിട്ട് എനിക്ക് തോന്നി. ലൈക്ക് കോമഡി ക്യാരക്ടർ എല്ലാം സൂട്ട് ചെയ്യുന്നത്. டு பி வெரி ஹானஸ்ட், ரொம்ப நல்ல ஒரு பெர்ஃபார்மன்ஸ். தமிழ் படத்தில் பார்த்துருப்பீங்க. அண்ட் வெரி ஹாப்பி சேம் മലയാളം. തമിഴിൽ ചെയ്തിട്ടുണ്ട്. തമിഴിൽ ലോകേഷ് സാറിൻ്റെ കൂടെ ഞാനും മഹേന്ദ്രനും എല്ലാവരും ഒരുമിച്ച് വർക്ക് ചെയ്തതാണ്. വിക്രമിനും മാസ്റ്ററിലൊക്കെ വർക്ക് ചെയ്തിട്ടുണ്ട്. മലയാളം ഡെബ്യൂയാണ്, എൻ്റെ ആദ്യത്തെ പടമാണ്. എല്ലാവർക്കും ഇഷ്ടപ്പെടുന്നവർ വിചാരിക്കുന്നു. പിന്നെ പ്രേക്ഷകർ കണ്ടിട്ട് പറയണം. പിന്നെ നിങ്ങളുടെ സപ്പോർട്ട് എന്തായാലും ഉണ്ടാവണം. കൂടുതൽ ഇതുപോലെയുള്ള ക്യാരക്ടേഴ്സ് ചെയ്യാനെല്ലാം നിങ്ങളുടെ സപ്പോർട്ടാണ്. എന്താ പറയാം, സന്തോഷമുണ്ട്. എല്ലാവർക്കും നന്നായിട്ട് വരട്ടെ. ഇനിയും നല്ല നല്ല ഫിലിം വരട്ടെ. ഫ്രം വിൻറ്റേജ് ആൻഡ് ടീം. ഇതുപോലെ നടന്ന കഥയും സാങ്കല്പിക കഥയും ഒക്കെ വരട്ടെ. ഞങ്ങൾക്ക് എല്ലാവർക്കും ഇനിയും നന്നായിട്ട് വർക്ക് ചെയ്യാൻ പറ്റട്ടെ. ഇഷ്ടമായോ സിനിമ? ഇഷ്ടമായോ? ശരിക്കും